വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞാൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വ്ളോഗിലൊക്കെ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൊവ്വാഴ്ച വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ് തിരിച്ച് ദുബായിലേക്ക് പോകുന്നത്. പിന്നെ ഒക്കെ ഇങ്ങനെ വന്നതുകൊണ്ടും പിന്നെ നമ്മളിങ്ങനെ ഫുള്ള് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പ്രൊമോഷൻ വർക്കൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് പുറത്ത് പോയിട്ടൊരു ചെറിയ ഷൂട്ട് നടത്തേണ്ട ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മാത്രമല്ല, ബെൻസിതായൊക്കെ ഉണ്ട്, ബെൻസിതാക്കും ഉണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികളെ വെച്ചിട്ടുള്ള ചെറിയൊരു ഷൂട്ടാണ്. അപ്പോൾ അവരും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു രാവിലെ ടൈമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടും ഭയങ്കര വെയിലൊക്കെ ആയിരിക്കും. നമുക്ക് ലൈറ്റിങ്ങും കറക്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മളാണെങ്കിലും ആകെ എന്താ പറയുക മുഷിയും. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോകാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുകഴിഞ്ഞിട്ട് 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അടിച്ചു വാരൽ തുടങ്ങി ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ പറയുക, ഞാൻ 2 പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രോഡക്റ്റിൻ്റെ റിസൾട്ടാണ് കേട്ടോ. അതായത് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയ അന്നത്തെ ക്ലിപ്പിങ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് കാണാം. അന്ന് നമ്മുടെ മുടിയോട് വരെ സോറി പറയേണ്ട അവസ്ഥയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുടി ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ഡള്ളായിട്ടുണ്ട്, അതുപോലെ തന്നെ ടാങ്കിൾഡ് ആയിട്ടുണ്ട്, ഫുൾ ബ്രേക്കേജും പിന്നെ ഡാമേജൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുടി. ഒന്നാമത് ഈ ഒരു കാലാവസ്ഥ, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബിസി ലീവാണ്, അതിൻ്റെ കൂടെ നമ്മൾക്ക് ഈ മുടി ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, പിന്നെ പൊല്യൂഷൻ, ഇതെല്ലാം കൊണ്ട് മുടി മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സോറി ഹെയർ ഫോർ ദ ഡാമേജ് ആൻഡ് ബ്രേക്കേജ് എന്നൊക്കെ നമ്മുടെ മുടിയുടെ അടുത്ത് സോറി പറയേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുമാതിരി നമുക്ക് ഇതൊക്കെ ഉണ്ട്, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, മൊത്തം ഡ്രൈ ആണ്, റഫുമാണ്. ഒരുമാതിരി എന്താ പറയുക, നമ്മൾ മുടി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ. പക്ഷെ അതൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കണം മേ ബി ഇങ്ങനെ മൊത്തം ഡ്രൈ ആയി ഒരുമാതിരി റഫായിട്ടിരിക്കുന്നത്. നമുക്ക് തന്നെ എന്തോ അസ്വസ്ഥതയാണ്. നമ്മൾ ഈ എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ തലയണയിൽ, അതുപോലെ തന്നെ അടിച്ചു വരുമ്പോഴത്തേക്കും ടൈലിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ മുടി കൊഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം മുടി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് കൊണ്ടു കിടക്കേണ്ട ഒരു കാര്യമാണല്ലോ അല്ലേ. അത് കൊഴിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം വരുമല്ലേ. ഇതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി ഇത് കണ്ടോ, മുടിയുടെ അവസ്ഥ ഇതാണ്. ജസ്റ്റ് ഇങ്ങനെ ഇതുണ്ടോ, മുടിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ, ഇതാണ്. അപ്പോൾ ഞാനൊരു ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ കണ്ടില്ലേ, മൊത്തം റഫും ഡള്ളൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മുടി എടുത്തതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിക്കുമ്പോൾ തന്നെ ഇതാ പൊട്ടിക്കഴിഞ്ഞു, 2ആയിട്ടിത് പൊട്ടിക്കഴിഞ്ഞു. അത്രയും പോലും കട്ടിയില്ലാതെ ഒരു മാതിരി ഇരിക്കുന്നതാണ് കേട്ടോ മുടി. അപ്പം ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതാണ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാലാവസ്ഥ കാരണം, പൊല്യൂഷൻ കാരണം, പിന്നെ നമ്മളുടെ ഒരു ബിസി ലീവ്സിൽ നമ്മൾ കൂടുതലും തിരക്കായതുകൊണ്ടും ഇത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യാനുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ടൊക്കെ ഇങ്ങനെ മൊത്തം പ്രശ്നമാണ്. ആ ഒരു ഇലാസ്റ്റിസിറ്റിയൊക്കെ അത്രയേ ഉള്ളൂ അതിന് അത്ര ഒരു പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടോ, നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ അത് സ്പ്ലിറ്റായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ, ഈ ചെമ്പരത്തി, അതുപോലെ തന്നെ നമ്മുടെ കറി ലീവ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് രണ്ടും നമ്മുടെ മുടിക്ക് പറ്റിയതാണ്. മുടിയുടെ ഡാമേജസും ബ്രേക്കേജസും ഒക്കെ മാറ്റാനും, പിന്നെ മുടി ഇങ്ങനെ ടാങ്കിൾഡ് ആവുക, അതുപോലെ അണ്ടർനൗറിഷ് ആവുക, അങ്ങനത്തെ ഉള്ള കുറേ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ 2 പ്രോഡക്റ്റ്. അതായത് ഹിബിസ്കസ്, അതുപോലെ തന്നെ കറി ലീവ്സ് ഒക്കെ അതിന് പറ്റിയ 2 പ്രോഡക്റ്റ് ആണെന്നുള്ളത്, 2 സംഭവങ്ങളാണെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇത് എന്നും നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്കതിനുള്ള ടൈമും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 2 പ്രോഡക്റ്റ് കിട്ടുന്നത്. അതായത് ഈ 2 ഞാൻ പറഞ്ഞ ഹിബിസ്കസിൻ്റെയും കറി ലീവ്സിൻ്റെയും കോമ്പിനേഷനാണ് കേട്ടോ ഈ 2 പ്രോഡക്റ്റ്. എന്താണെന്നല്ലേ നിങ്ങൾ കൂടി ഷെയർ ചെയ്ത് തരാം. ഇതാണ് കേട്ടോ മാമാ എർത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഓയിലും, അതുപോലെ തന്നെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഷാമ്പൂ ആണ് കേട്ടോ ഇത് രണ്ടുമാണ് ഞാൻ പറഞ്ഞ ഈ 2 പ്രോഡക്റ്റിൻ്റെ കോമ്പിനേഷൻ. അതായത് ഹിബിസ്കസിൻ്റെയും കറി ലീവ്സിൻ്റെയും കോമ്പിനേഷനാണ്. ഇതിനകത്ത് 2ലും മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഹിബിസ്കസും കറി ലീവ്സും ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ,
ഡ്രൈ ആവുക, റഫ് ആവുക, ഡള്ളാവുക, അതുപോലെ തന്നെ അണ്ടർനൗറിഷ് ആവുക, പിന്നെ ഈ എന്താണ് മൊത്തം ഇങ്ങനെ ടാങ്കിൾഡ് ആവുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ മുടിനെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിൻ്റെ റൂട്ട് ഉണ്ടല്ലോ അത് നൗറിഷ് ആക്കാനും ഇത് രണ്ട് പ്രൊഡക്റ്റും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ പ്രൊഡക്റ്റ് രണ്ടും യൂസ് ചെയ്ത് തുടങ്ങുവാണ്. ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മാമാരത്തിൻ്റെ എന്താണ് ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഓയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് ഹിബിസ്കസും അതുപോലെ തന്നെ കറി ലീവ്സും ആണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കിത് ഈ ഒരു കോമ്പും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കോമ്പ് ഇതിലിടാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, ഇതുണ്ടോ ഓയിൽ ചാടുന്ന കണ്ടോ. ഇതിങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ എല്ലായിടത്തും എത്താൻ പാകത്തിന് തന്നെ നമുക്ക് ഇതുള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ എന്താണ് ഈ ഒരു ലെങ്തിൽ നമ്മുടെ മുടിയുടെ അറ്റത്തൊക്കെ തൂത്ത് കൊടുക്കണമല്ലോ. അത് ജസ്റ്റ് നമ്മുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ലെങ്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. സ്മെല്ല് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല മണമുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ള് ബ്രേക്കേജ് ഫുള്ള് പ്രശ്നങ്ങളുള്ള മുടിയുടെ ഒരു ആക്ച്വൽ കെയർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു മാമാരത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നാണ് കേട്ടോ എൻ്റെ ആ ഒരു ചലഞ്ച് പൂർത്തിയാവുന്ന ദിവസം. ഇതിന് മുമ്പ് വരെ നിങ്ങൾ കണ്ട ക്ലിപ്പിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങി അന്ന് എടുത്ത ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇത് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കൂടി അറിയണ്ടേ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു ഇതിൽ കാണിച്ച പോലെ അല്ല, എൻ്റെ മുടി കുറച്ചുകൂടി നൗറിഷസ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി സ്മൂത്തറായിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോഴല്ലേ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും കുറച്ചുകൂടി ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുടിക്ക്. ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുടി ഞാൻ എന്തായാലും റിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറേ ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ റിപ്പയർ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ റഫായിട്ടുള്ളത്, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളത്, ഡള്ളായിട്ടുള്ളത്, പിന്നെ ടാങ്കിൾഡ് ആയിട്ടുള്ളത്, പിന്നെ എന്താണ് നമ്മുടെ മുടി ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോലും അങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ മുടിയെ രക്ഷിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒറ്റ റീസണേ ഉള്ളൂ, നമ്മളുടെ മാമാരത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. എനിക്ക് ഭയങ്കര റിസൾട്ടും കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. അതുമാത്രമല്ല, നമ്മുടെ മാമാരത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഷാമ്പു ഉണ്ടല്ലോ, ഇതും ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മറ്റ് കെമിക്കൽ ഷാമ്പൂവിനെ പോലെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇത് യൂസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നില്ല കേട്ടോ. രണ്ടും നല്ല പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെ പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കെട്ട് പിണഞ്ഞ് കിടക്കുക, ജട കൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ എൻ്റെ മുടിക്കില്ല. നല്ല അടിപൊളിയായി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം എന്തായാലും ഞാൻ എന്നോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ മുടിയുടെ ഡാമേജസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് മുടി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നുകൂടെ ചെയ്യാം. ഇത് കണ്ടില്ലേ, നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി എന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊട്ടിപ്പോവായിരുന്നു. പക്ഷേ ഇത് കണ്ടില്ലേ, എത്ര വലിച്ചിട്ടും മുടി പൊട്ടുന്നില്ല. അതായത് ആ ഒരു ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ ഈ ഒരു മുടി പൊട്ടിപ്പോവുക, സ്പ്ലിറ്റായി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് പൊട്ടുന്നില്ല സംഭവം. ഇതാ എത്ര വലിച്ചിട്ടത് പൊട്ടുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് നമ്മുടെ മുടിയുടെ ഡാമേജസും കാര്യങ്ങളൊക്കെ മാറ്റി മുടി നല്ല രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ നമ്മളെ സഹായിക്കുന്ന രണ്ട് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. രണ്ടും മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് മാമാരത്തിൻ്റെ സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അജ്മൽ 2024 എന്ന് പറഞ്ഞതിൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ മാമാരത്തിൻ്റെ പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവിനെ കുറിച്ചിട്ട്. നമ്മൾ മാമാരത്തിൻ്റെ സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് പ്ലാൻ ചെയ്തേക്കാന്നാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ മാമാരത്തിൻ്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാമാരത്തിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. ഇത് ഞാൻ അന്ന് ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്, യെല്ലോ കളറ്. അപ്പോൾ എനിക്കില്ലാത്തൊരു കളറായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്താണ്. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സാകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലൊക്കെ ഈ സൈഡ് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇടാൻ പറ്റിയ, വയറൊക്കെ കുറച്ചുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഇതിലിടാൻ പറ്റിയ ഡ്രസ്സാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. അല്ലെങ്കിൽ ഞാനങ്ങനെ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സ് എടുക്കൽ ഭയങ്കര കുറവാണ്.
പിന്നെ ഇതിന് വെള്ള പാൻറ്റും വെള്ള ഷോളും ഇടാമെന്ന് വിചാരിക്കണം. പിന്നെ ഇന്നത്തെ ഷൂട്ട് അങ്ങനെ ഡ്രസ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷൂട്ടല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് സിമ്പിൾ ഡ്രസ്സാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് റെഡിയാക്കി വെക്കണം സമയമാകുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെച്ചു. പിന്നെ ഫുഡ് കഴിച്ചു. ഇനിയിപ്പം ഒന്ന് പോയി ഫ്രഷായിട്ട് റെഡി ആവണം. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ ഒരുങ്ങാൻ കയറിയെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാനും ഉമ്മച്ചിയും അതുപോലെ നാഫിയും കൂടിയിട്ടാണ് പോകുന്നത്. മറ്റുമിച്ചിനെ നമ്മൾ മഞ്ചിക്കല്ലിൽ അത്തശ്ശിയുടെ അടുത്ത് ആക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് മറ്റുമിച്ചിനെ കൊണ്ട് വിട്ടതിന് ശേഷം വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. കുറച്ച് സമയമുള്ളൂ, ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എത്തും എന്നാണ് പ്രതീക്ഷ. പിന്നെ നമ്മുടെ പോക്കായതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവണമല്ലോ. അപ്പോൾ കാഞ്ഞാറെന്ന് പറയുന്ന സ്ഥലത്ത് പോകാമെന്നാണ് അളിയൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടെ പോയിട്ട് ലൈറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ വേറെ ലൊക്കേഷൻ പോകാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫ്രഷായി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു. പിന്നെ നമ്മൾ ആദ്യം തന്നെ മറ്റുമിച്ചിനെ മഞ്ചിക്കല്ല് വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. അതിന് ശേഷമാണ് നമ്മൾ തൊടുപുഴയ്ക്ക് പോയത് കേട്ടോ. അത് 2 സൈസ് മിഠായി. അങ്ങനെ നമ്മൾ ആദ്യം വന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിരുന്നു. കോളപ്ര എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ളത് ഷാപ്പിൻ്റെ പേരിലാണ് കേട്ടോ. കോളപ്ര ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം നല്ല രസമായിരുന്നു. ആ വെള്ളമൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ ഇരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല, ബെഞ്ച് കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യൽ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കറി നിറങ്ങിയത് പോലുള്ള ജസ്റ്റ് അവിടെ ഇങ്ങനെ കണ്ടിട്ട് വന്നു. കാര്യം പറഞ്ഞാൽ അടിപൊളി പ്ലേസ് ആയിരുന്നു, പക്ഷെ നമുക്ക് പറ്റിയില്ല. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, പൊക്കെ പൊക്കെ. ഇങ്ങനെ നമ്മളിത് ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്ത് വെള്ളം നോക്ക്, നല്ല രസമുണ്ട്. ഏട്ടാ കൈ പിടിച്ച് ഓടണ്ടോ? ഇവിടെ നല്ല സ്ഥലം തന്നെയായിരുന്നു. വെള്ളമൊക്കെ കയറി കിടക്കുന്നത് ഈ മലങ്കര ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നത്. ഇവിടെയൊക്കെ ആളുകൾ വന്ന് അലക്കുന്നതൊക്കെയാണെന്ന് തോന്നുന്നു, കല്ലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൈറ്റിംഗ് എന്ത് ചെയ്താൽ റെഡി ആവുന്നില്ല. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് കുറേ നോക്കി, പക്ഷെ അത് ഓക്കെ ആയില്ല കേട്ടോ. അടുത്ത ലൊക്കേഷനിലെത്തി ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മുടെ ഈ ലൈറ്റിങ്ങും എല്ലാം കൂടി ഒത്തു വന്നാലാണല്ലോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോവല്ലേ. ഇത് വെച്ചൊക്കെ പോണു. ബാ, നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ആ നല്ല രസമുണ്ട്. ലൈറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ ലൊക്കേഷനിലാണ് കേട്ടോ ഈ വന്നേക്കുന്നത്. ആ ഒരു പരിസരത്ത് തന്നെയാണ്, അവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. നമ്മൾ ഇതിന് മുമ്പ് പോയ ലൊക്കേഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഇതും. അപ്പോൾ എന്താണ്, നമുക്ക് ആദ്യം പോയപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് വന്നു. ഇവിടെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഷൂട്ട് ചെയ്തതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇനി കാണുന്നത്. ഞാൻ ഉദ്ദേശം വന്നില്ല. പയ്യെ പയ്യെ കൈ ചൂണ്ടിയെടുത്തേക്ക് വെക്ക്.
ഓക്കെ ഓക്കെ. കൊക്ക് കൊക്കമ്മാവൻ അവിടെ. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ജസ്റ്റ് ഇങ്ങനെ വരാം. ഓൺ ചെയ്തേ. ഓക്കെ വരട്ടെ. വാ. ഓ പോയി. ഓക്കെ വാ. ജസ്റ്റ് അങ്ങോട്ട് നോക്കിയിരുന്നേ. അവിടെ തന്നെ ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തു. നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലോണം ക്ഷീണിച്ചു. പക്ഷേ ലൈറ്റിംഗ് പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സംഭവം കഴിഞ്ഞു. അങ്ങനെ തിരിച്ചു വരുന്ന വഴി നമ്മൾ ജ്യൂസ്, ഷേക്ക്, ബജി കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ ഇന്നെടുത്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഇടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ. ആദ്യത്തെ 1-2 ലൊക്കേഷനിൽ പോയപ്പോൾ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 3ാമത്തെ ലൊക്കേഷനിൽ പോയത്. അവിടെ എന്തായാലും പെർഫെക്റ്റ് ആയിരുന്നു ലൈറ്റിംഗ് ഒക്കെ. പിന്നെ ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവും ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും ഒക്കെ. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.